5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ ടൈം ട്രാവൽ ചെയ്ത് 8000 വർഷം പുറകിലേക്ക് ഇന്ന് കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാന്നല്ലേ, ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ കഥ പറഞ്ഞു തരാനാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകളാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം. ഇപ്പോൾ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകൾ, അതായത് ആ ഭാഗത്ത് വരുന്നതാണ് പെറുവും ബൊളീവിയയും. ഉരുളക്കിഴങ്ങ് ഒരാൾ കണ്ടുപിടിച്ചല്ല കേട്ടോ. 8000 തൊട്ട് 10000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ആദിവാസി സമൂഹങ്ങൾ അവർ ഒരുമിച്ച് കൃഷി ചെയ്ത വളർത്തിയെടുത്ത ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 4000-ൽ പരം ഇനങ്ങളാണ് ഈ പൊട്ടാറ്റോസിനുള്ളത്. 4000-ൽ പരം വെറൈറ്റീസും. മാത്രമല്ല പെറുവിലെ ജനങ്ങൾ അവർ ഫ്രീസ് ഡ്രൈഡ് ചെയ്തിട്ടാണ് ഈ പൊട്ടാറ്റോസ് ഉപയോഗിച്ചിരുന്നത്, ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിരുന്നത്. അത് വർഷങ്ങളോളം കേടുകൂടാതെ അവർക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ആൻഡിയൻ സ്റ്റൈൽ ആൻഡ് പെറുവിയൻ സ്റ്റൈൽ ഫ്രീസ് ഡ്രൈഡ് പൊട്ടാറ്റോസിനെ അവർ വിളിച്ചിരുന്ന പേര് ചൂഞ്ഞോ എന്നാണ്. ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാന ഭക്ഷ്യവിളകളിൽ ഒന്നാണ് ഉരുളക്കിഴങ്ങ്. 1500-കളിൽ സ്പാനിഷുകാർ ഈ ഉരുളക്കിഴങ്ങിനെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ യൂറോപ്പിലെ പ്രധാന ഭക്ഷ്യവിളയായിട്ട് അത് മാറി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് ഏകദേശം 17-ാം നൂറ്റാണ്ടിലാണ്. അവർ വന്നപ്പോൾ അവർ ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെങ്ങും ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി വ്യാപിപ്പിച്ചു. മാത്രമല്ല ബ്രിട്ടീഷുകാർ വന്നപ്പം അത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ കൃഷി വ്യാപിപ്പിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഈ ബ്രിട്ടീഷുകാർ മുഖേനയായിരിക്കണം എത്തിയതും അതുപോലെ തന്നെ അതിൻ്റെ കൃഷി വ്യാപിച്ചതും. മൂന്നാർ പോലെയുള്ള തണുത്ത മലനിരകളിലാണ് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി നടന്നതെന്ന് പറയപ്പെടുന്നു. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒരു ഭക്ഷണവസ്തു മാത്രമല്ല കേട്ടോ, നമ്മുടെ മണ്ണിരകൾക്കും മണ്ണിലെ സൂക്ഷ്മജീവികൾക്കും അത് വളരെ സഹായകരമാണ്. വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. വിളമാറ്റ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു. എന്താണെന്നല്ലേ, അതായത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാതെ അത് സ്ഥലം മാറ്റി മാറ്റി കൃഷി ചെയ്താൽ അത് മണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഈ കൃഷി ചെയ്താൽ, പൊട്ടാറ്റോയുടെ കൃഷി, ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി ചെയ്താൽ അത് ഉരുളക്കിഴങ്ങിന് തന്നെയും അതുപോലെ തന്നെ മണ്ണിനും അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചെറിയ അസുഖങ്ങളും അതുപോലെയുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാറ്റി മാറ്റി ക്രോപ്പ് റൊട്ടേഷൻ ചെയ്താൽ അത് വളരെയധികം ഹെൽത്തിയാണ്. മണ്ണിന് മാത്രമല്ല, അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഭക്ഷ്യവസ്തുവായ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഹെൽത്തിന് നല്ല ക്വാളിറ്റിയുള്ള ഉരുളക്കിഴങ്ങ് ലഭിക്കാനും നമുക്കിടയാവുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതാ ടൈം ട്രാവൽ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഫുഡ് ഹിസ്റ്ററി സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആൻഡസ് പർവ്വത നിരകളിൽ, മലനിരകളിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട, അതായത് ഇന്നത്തെ നമ്മുടെ പെറുവിലും ബൊളീവിയയിലും ഉത്ഭവിക്കപ്പെട്ട നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കഥ നിങ്ങളിതാ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഫുഡ് ഹിസ്റ്ററി സീരീസിനായിട്ട് എൻ്റെ കൂടെ പോന്നോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.